നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദിക്കാർ സ്ഥിരമായിട്ട് ദിവസവും മറുമാതിരി ചെയ്യുന്ന ഒരു പാക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റാക്കാൻ സഹായിക്കുന്നതാണ്. സ്കിന്നൊന്ന് ഗ്ലോയോടുകൂടി ഇരിക്കാൻ എപ്പോഴും സഹായിക്കുന്നത്. ഇത് സ്ഥിരമായി തയ്ക്കുമ്പോൾ മുഖം നല്ലപോലെ വെളുക്കും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനാകെ രണ്ട് ഇൻഗ്രീഡിയൻസാണ് വേണ്ടുള്ളൂ. നമുക്കിത് എന്ത് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനൊക്കെ ആദ്യമായിട്ട് ആവശ്യം നമ്മുടെ മുൾത്താനി മിട്ടിയാണ്. മുൾത്താനി മിട്ടി തന്നെ എടുക്കണം. മുൾത്താനി മിട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് നല്ല കളർ കൊണ്ടുവരാൻ സഹായിക്കും, ടൈറ്റ് ചെയ്യാൻ സഹായിക്കും, മൊത്തത്തിൽ അഴുക്ക് കളയാൻ സഹായിക്കും. ഏറ്റവും നല്ലതാണ്. ഇതൊരു മണ്ണാണ് ശരിക്കും പറഞ്ഞാൽ മുൾത്താനി മിട്ടി എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് 1/2 സ്പൂണാണ് ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇവിടുത്തെ ഹിന്ദിക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാനിപ്പോൾ അവിടെ എടുക്കുന്നത് കടലമാവാണ്. കടലമാവും അതേപോലെ അതേ അളവിൽ 1/2 സ്പൂൺ എടുക്കുക. രണ്ടും 1/2 സ്പൂൺ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഖത്തെ ഓയിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ നിങ്ങളെ സഹായിക്കണം. നല്ലൊരു പാക്കാണ്. ഇനി നിങ്ങൾ എന്താ പറയുക, ഭയങ്കര ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ, വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത് 2 എണ്ണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക, കാച്ചാത്ത നമ്മുടെ പാലുണ്ടല്ലോ, കാച്ചാത്ത പാൽ ഒഴിച്ചിട്ട് അടിച്ചാലും നിങ്ങൾക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അല്ല നിങ്ങൾ ഭയങ്കര ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എന്ത് വെച്ചിട്ട് വേണമെച്ചാലും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നൊന്ന് എന്താ പറയുക, ആ ഓയിലൊക്കെ ഒന്ന് മാറ്റാനും നിങ്ങൾക്ക് സ്കിന്നൊന്ന് ഗ്ലോ കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് പാലാണ് കേട്ടോ, കാച്ചിയ പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ കാച്ചിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ടോ അലച്ചാൽ കാച്ചാത്ത പാൽ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് 2 സ്കിന്നുകാർക്കും പറ്റിയ നല്ലൊരു പാക്കാണ്. ഇത് ഇവിടുത്തെ ഹിന്ദിക്കാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. ഈ സ്കിന്നൊന്ന് നല്ലപോലെ ടൈറ്റ് ആവാനും ഗ്ലോ വരുത്താനും അതുമാതിരി തന്നെ എണ്ണമെഴുക്ക് കളയാനും അഴുക്കുകൾ കളയാനും സ്കിന്ന് എന്നും തിളക്കത്തോടു കൂടി ഇരിക്കാൻ അത് സഹായിക്കും. പിന്നെ ഞാൻ സ്കിന്ന് നിങ്ങൾ നോർമൽ സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടി ഞാനിതിൽ പറഞ്ഞു തന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മുഖം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുള്ളൂ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ചേർത്തതെന്ന്. ഇവിടുത്തെ ഹിന്ദിക്കാർ മെയിനായിട്ട് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അവരെന്നെ എപ്പോഴും പറയാറുണ്ട്, ബാബി ഇതൊന്നും ഉപയോഗിച്ച് നോക്കുന്നു. ബാബി എന്ന് പറഞ്ഞാൽ നമ്മളെ ചേച്ചീനോ എടുത്തേമെന്നോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് പറയണതാണ് അവർ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഹിന്ദിക്കാരുടെ ഒരു സീക്രട്ട് പാക്ക്. ഇത് അവരെങ്ങനെ ഉപയോഗിക്കുക പറഞ്ഞാൽ ഡെയിലി കുളിക്കണതിന് മുമ്പോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതും അവർ മുഖത്ത് ഇടുന്ന ഒരു സാധനമാണിത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം അവർ മുഖത്തിടും. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ തൈരോ നിങ്ങൾ ഏതെല്ലാം മിക്സ് ചെയ്യുന്നത് വെച്ചാൽ തൈരും നല്ലതാണ്, അല്ലെങ്കിൽ പാലോ റോസ് വാട്ടറോ ഏതെല്ലാം മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഇടുക. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ പിന്നെ ഒരു മസാജ് ചെറുതായിട്ടൊന്ന് കൊടുക്കുക. ഭയങ്കരമായിട്ട് മസാജ് കൊടുക്കണം എന്നല്ല, നമ്മുടെ എന്താ പറയുക ആ ഒരു ഉണങ്ങി പിടിച്ചതിനെ ഒന്ന് നനച്ച് ഒരു മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങളത് കഴുകിക്കളയുക. ഡെയിലി ഇത് ചെയ്യണം. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുഖത്ത് തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ മുഖത്ത് മൊത്തമിട്ട് കൊടുത്തു. നിങ്ങളൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിക്കളയേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നോക്കാം അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇപ്പോൾ മുഖത്ത് നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ട് 10-20 മിനിറ്റായി നമ്മളിട്ടിട്ട് ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിത് മുഖം കഴുകി. സ്കിന്നിന് പെട്ടെന്നാണ് നമുക്കൊരു കളർ വന്നതുപോലെ തോന്നുന്നത്. ഇത് ഡെയിലി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ മുഖം നല്ലപോലെ വെളുക്കാനും ടൈറ്റ് ചെയ്യാനും ഓയിൽ കൂടുതലുള്ള സ്കിന്നാണെന്ന് വെച്ചാൽ ഓയിലൊക്കെ ഒന്ന് മാറ്റാനും ഒക്കെ നമ്മളെ നല്ലപോലെ സഹായിക്കണം. നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.